കാസർഗോഡ് ദേലമ്പാടിയിൽ BLOയെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. BLO P അജിത്തിനെ പഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. ഇന്ന് രാവിലെ ക്യാമ്പ് നടക്കുമ്പോഴായിരുന്നു സംഭവം. ഫോം വിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കയ്യേറ്റം ചെയ്തുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, നമുക്കറിയാം വലിയ സമ്മർദ്ദങ്ങൾക്കിടെയാണ്, ജോലി സമ്മർദ്ദത്തിനിടെയാണ് BLOമാർ അവരുടെ തൊഴിൽ ചെയ്യുന്നത്. BLO ആത്മഹത്യ ചെയ്ത സംഭവം, ആത്മഹത്യക്ക് ശ്രമിച്ചതടക്കം നിരവധി വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ വളരെ വ്യക്തമാണ്, ഒരു പഞ്ചായത്ത് അംഗം, ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് BLOയെ അസഭ്യം പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കയ്യേറ്റം ചെയ്തു എന്ന് പരാതിയുണ്ട്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ടോമെ, BLOമാരുടെ പരാതി വലിയ തോതിൽ ഉയർന്നു വരികയും വലിയ പ്രതിഷേധവും ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതം BLO നേരിടുന്ന ബുദ്ധിമുട്ട്, അത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് ദേലമ്പാടി പഞ്ചായത്തിലെ ഫയറെടുക്ക എന്ന് പറയുന്ന ബൂത്തിലാണ്. ഈ BLO ബന്ധടുക്കെയുള്ള ഒരു ബീവറേജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനാണ്. ഇയാൾക്ക് ഇവിടെയാണ്, ഈ ബൂത്തിലാണ് ചാർജ്. അങ്ങനെ ഈ ഒരു ഫോമുമായി, SIR ഫോമുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന, ഈ ആക്രമിച്ചു എന്ന് പറയുന്ന ഇയാൾ. ഈ ഒരു പുഷ്പ എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു ഈ ഫയറെടുക്ക ബൂത്തിൽ. അങ്ങനെ ഈ ഫോം ഇവർ ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കും. ഇതിൽ ഒരാൾക്ക് ഈ ഫോം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി, മറ്റൊരാൾക്ക് ഫോം കിട്ടിയില്ല എന്ന് പറയും. അതിനെ തുടർന്ന് ഈ സന്തോഷ്, ഈ അജിത്ത് എന്ന് പറയുന്ന BLOയെ അസഭ്യം പറയുകയും കോടതിയിൽ പിടിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. ഫോം എത്തിച്ച് നൽകാമെന്ന് ഇയാൾ ആവർത്തിച്ച് പറയുമ്പോഴും ഇയാളെ ആക്രമിച്ചു എന്നാണ് ഇയാളുടെ പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ ഈ കുറെ അധികം സമയം ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അതിൽ ദൃശ്യങ്ങൾ ആരോ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് അജിത്ത് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിന്മേൽ ഇപ്പോൾ ജില്ലാ കലക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കലക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ച് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ എന്തായാലും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലാണ് ഇപ്പോൾ സമീപകാലത്ത് ഒരു BLO ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ BLOമാരുടെ നിരവധി ശബ്ദ സന്ദേശങ്ങൾ, ഇവർ ഈ ജോലിയിൽ അനുഭവിക്കുന്ന SIRമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കൃത്യമായൊരു തെളിവ്, ആ ഒരു BLOയെ അസഭ്യം പറയുന്നത് കൃത്യമായി നിന്ന് കാണാം. ഇയാളെ കോളർ പിടിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. കാരണം ഇനിയും ഇതിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ SIR ഫോമുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇത്തരം BLOയുടെ പരാതിയിൽ ഈ രാഷ്ട്രീയ നേതാവിനെതിരെ കേസെടുക്കേണ്ടതല്ലേ? കാരണം അവിടെ ജോലി തടസ്സപ്പെടുത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കയ്യേറ്റം ചെയ്യുന്നുണ്ട്. നടപടി എടുക്കേണ്ടതല്ലേ ബൈജു? തീർച്ചയായും അത്തരത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കലക്ടർ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം പോലീസും ഈ ജില്ലാ കലക്ടറുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ച് ഇതിൽ കാര്യമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും അങ്ങനെ വിവരങ്ങൾ ലഭിച്ചാൽ, തെളിവുകൾ ലഭിച്ചാൽ അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. ഒരു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഇത്തരത്തിൽ ഒരു BLOമാർക്ക് നേരെ ഈ അതിക്രമം നടത്തുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടി വരും. BLOമാർ ഉന്നയിച്ച ഈ ഒരു പരാതികൾ, നിരന്തരം ഉന്നയിക്കുന്ന പരാതികൾ, ഈ SIRമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനും മറ്റും പോകുമ്പോൾ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വിവരം തന്നെയാണ് ഈ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വരുന്നത്. ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധം BLOമാരുടെ ഇടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കലക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായ
നടപടി ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ ഇതിനുശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസും കടക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കലക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും അതിൽ ഏത് വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തണമെന്നത്. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്, കയ്യേറ്റം നടന്നിട്ടുണ്ട്, അസഭ്യം പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം വകുപ്പുകൾ ചേർത്ത് കൃത്യമായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കും തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇതിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇത്തരത്തിൽ BLOമാരുടെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം ഒരു ഭാഗത്ത്, രാഷ്ട്രീയമായ സമ്മർദ്ദം മറ്റൊരു വശത്ത്, അതോടൊപ്പം ഈ പഞ്ചായത്ത് തീർച്ചയായും ആത്മഹത്യക്ക് പിന്നാലെ ബൈജു സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യക്ക് പിന്നാലെ BLOമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു പ്രതിഷേധം ഉയരുന്നുണ്ടോ? തീർച്ചയായും BLOമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നത്. നമുക്കറിയാം, ഇത് കേരളത്തിലെ മാത്രം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമല്ല, രാജ്യമൊട്ടാകെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം തന്നെയാണ് BLOമാരുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ ഒരു ജോലി കൂടി ചെയ്യേണ്ട ബാധ്യത ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട്. അവർ തന്നെ ഈ വിവരശേഖരണം നടത്തി ഒരാഴ്ചക്കകം ഒക്കെ നൽകണമെന്ന ഒരു സമ്മർദ്ദമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുടരെ വന്ന പല സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, ഇത്തരത്തിൽ BLOമാർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും ഒരു പരിധിവരെ ഇവർക്ക് സമ്മർദ്ദം കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇവരുടെ ജോലി പൂർത്തീകരിച്ചില്ലെങ്കിൽ തങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു ആശങ്ക പല BLOമാരും പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നടന്ന ഈ ദേലമ്പാടി പഞ്ചായത്തിൽ നടന്ന ഈ സംഭവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ഫോം, SIR ഫോം ഒരു പുഷ്പ എന്ന് പറയുന്നവർക്ക് നൽകിയിരുന്നു. മറ്റൊരു പുഷ്പയുടെ ഫോം ലഭിക്കാതിരുന്നു. പക്ഷെ വേണമെങ്കിൽ പുതുതായി അത് ഫോം നൽകാമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇയാളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ദൃശ്യങ്ങൾ സഹിതം വന്നതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ഒരുപക്ഷെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം തന്നെ ഇങ്ങനെ ഒരു പരാതി പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി വളരെ ചെറിയ സമയമേ ഉള്ളൂ, അതിനുള്ളിൽ ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വലിയ തോതിലുള്ള പ്രയാസങ്ങൾ 1000-1500 SIR ഫോമുകളാണ് ഇത്തരത്തിൽ വിവരശേഖരണം നടത്തി അത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇയാൾ ബന്തെടുക്ക എന്ന് പറയുന്നത് കിലോമീറ്റർ ദൂരമുള്ള ഒരു ബീവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നതാണ്. ഇയാൾക്കാണ് ദേലമ്പാടി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിലെ പയറെടുക്ക എന്ന ബൂത്തിലെ ഈ ഒരു ജോലി ലഭിച്ചിട്ടുള്ളത്. ക്യാമ്പ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും ഈ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇവർക്ക് കൃത്യമായ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് നിന്ന് വരുന്ന ഈ ഒരു പരാതിയും ഈ ദൃശ്യങ്ങളും. ടോം, വ്യക്തമാണ്. KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.